നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻറ്റ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ദ റേഡിയം മാനിയ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മുതലാണ് നമ്മൾ നോക്കുന്നത്. The reading mania. Through the 17th and 18th centuries, literacy rates went up in most parts of Europe. Churches of different denominations set up schools in villages, carrying literacy to peasants and artisans. By the end of the 18th century, in some parts of Europe, literacy rates were higher as 60 to 80%. As literacy and schools spread in European countries, there is a virtual reading mania. People wanted books to read and printers produced books in ever increasing numbers. അപ്പോൾ 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്താണ് ലിറ്ററസി റേറ്റ് സാക്ഷരതാ നിരക്കൊക്കെ കൂടുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരം ചർച്ചസ് സ്കൂൾസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, വില്ലേജസിൽ സ്കൂൾസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രദേശത്തും 60 മുതൽ 80% വരെ ലിറ്ററസി റേറ്റ് എത്തുകയാണ്. അതായത് 60 മുതൽ 80%ത്തിലേക്കൊക്കെ ലിറ്ററസി റേറ്റ് എത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഇടയിൽ ഒരു റീഡിങ് കൾച്ചർ അല്ലെങ്കിൽ ബുക്സിൻ്റെ ആ ഒരു റീഡിങ് ഹാബിറ്റ് കൂടി വന്നു. അത് കാരണം പബ്ലിഷേഴ്സ് എന്ത് ചെയ്യുകയാണ്, ഒരുപാട് ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. New forms of popular literature appeared in print, targeting new audiences. Booksellers employed peddlers who roamed around villages carrying little books for sale. There were almanacs or ritual calendars along with ballads and folk tales. But other forms of reading matter, largely for entertainment, began to reach ordinary readers as well. In England, penny chapbooks were carried by petty peddlers known as chapmen and sold for a penny so that even the poor could buy them. In France, were the bibliothèques bleues, which were low-priced small books printed on poor quality paper and bound in cheap blue covers. Then there were romances printed on 4 to 6 pages and more substantial histories, which were stories about the past. Books were various sizes, serving many different purposes and interests. അപ്പോൾ ആ ഒരു മാറ്റം കാരണം പുതിയ പോപ്പുലർ ലിറ്ററേച്ചറിനൊക്കെ പുതിയ ഒരു ഫോം കൈവരികയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബുക്ക് സെല്ലേഴ്സ് എന്ത് ചെയ്യുകയാണ്, പെഡ്ലേഴ്സ് അല്ലെങ്കിൽ നടന്ന് പോയി ബുക്സ് ഓരോ വില്ലേജസിലും സെല് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ നിയമിക്കുകയാണ്. റിലീജിയസ് കലണ്ടേഴ്സ് ഫോം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള ബുക്സൊക്കെ ഒരുപാട് പബ്ലിഷ് ചെയ്യുകയാണ്. ഇത് ഓർഡിനറി റീഡേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധാരണക്കാരിലേക്ക് ഈ വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കാനില്ലല്ലോ. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ എന്ന് വെച്ചാൽ പെന്നി ചാപ്പ് ബുക്സ് ഉണ്ടായിരുന്നു. അതായത് ഈ ചാപ്മെൻസ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ നടന്നു പോയി വിൽക്കുന്ന പെഡ്ലേഴ്സ്, അവർ ഒരു പെന്നിക്ക് വിൽക്കുന്ന ബുക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെന്നിക്ക് ബുക്സ് കിട്ടുന്നത് വഴി വളരെ പാവപ്പെട്ടവർക്കും എന്ത് ചെയ്യാൻ പറ്റി, ഈ ബുക്സൊക്കെ വായിക്കാൻ പറ്റി. ഫ്രാൻസിലും അതുപോലുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്ത് പലതരത്തിലുള്ള പല ഇൻട്രസ്റ്റ് ഉള്ളവർക്കും വായിക്കാൻ പറ്റുന്ന ഒരുപാട് ബുക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ദ പീരിയോഡിക്കൽ പ്രസ് ഡെവലപ്ഡ് ഫ്രം ദ early 18th century, combining information about current affairs with entertainment. Newspapers and journals carried information about wars and trade, as well as news of developments in other places. അപ്പോൾ പീരിയോഡിക്കൽ പ്രസ്സസ്, അതായത് ഇപ്പോൾ നമ്മൾ സംഭവ വികാസങ്ങൾ, കറണ്ട് അഫയേഴ്സൊക്കെ പുറത്തേക്ക് എത്തിക്കുന്ന ന്യൂസ് പേപ്പേഴ്സും ജേർണൽസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്, ദൂരദേശങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ പറ്റിയും ട്രേഡിനെ പറ്റിയും ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുവഴി സഹായകമായി. Similarly, the ideas of scientists and philosophers now become more accessible to the common people. Ancient and medieval scientific texts were compiled and published, and maps and scientific diagrams were widely printed. When scientists like Isaac Newton began to publish their discoveries, they could influence a much wider circle of scientifically minded readers. The writings of thinkers such as Thomas Paine, Voltaire, and Jean-Jacques Rousseau were also widely printed and read. Thus, their ideas about science, reasons, and rationality found their way into popular literature. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സയൻറ്റിസ്റ്റിൻ്റെയും ഫിലോസഫേഴ്സിൻ്റെയൊക്കെ ഐഡിയാസും കോമൺ പീപ്പിളിലേക്ക് എത്തിക്കാണമെന്ന് വെച്ചാൽ ബുക്ക് അച്ചടിച്ചു അവർക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഐഡിയാസൊക്കെ എന്താണ് സാധാരണക്കാരിലേക്ക് എത്തുകയാണ്. ആൻഷ്യൻ മിഡീവൽ സയൻറ്റിഫിക് ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. മാപ്സും സയൻറ്റിഫിക് ഡയഗ്രാംസും എല്ലാം പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഐസക് ന്യൂട്ടൺ,
എൻ്റെ ഒരു ഡിസ്കവറീസൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഒരു റീഡേഴ്സിലൊരു സയൻറ്റിഫിക്കൽ മൈൻഡിൻ്റെ ഉത്ഭവത്തിന് കാരണമായി. അതുപോലെ തന്നെ ഗ്രേറ്റ് തിങ്കേഴ്സായ തോമസ് പെയിൻ, വോൾട്ടയർ, റൂസോ ഇവരുടെയൊക്കെ ടെക്സ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ തിങ്കിങ്സൊക്കെ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സയൻസ്, റീസൺ, റാഷണാലിറ്റി ആ ഐഡിയയിലുള്ളത് കാര്യങ്ങളും ഈ പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് വരാൻ തുടങ്ങി. Tremble therefore, tyrants of the world. By the 18th century, there was a common conviction that books were a means of spreading progress and enlightenment. Many believed that books could change the world, liberate society from despotism and tyranny, and herald a time when reason and intellect would rule. Louis Sebastian Mercier, a novelist in 18th century France, declared, "The printing press is the most powerful engine of progress and public opinion, and is the force that will sweep despotism away." In many of Mercier's novels, and heroes are transferred by acts of reading. They devour books, they are lost in the world books create, and become enlightened in the process. Convinced of the power of print, bringing enlightenment and destroying the basis of despotism, Mercier proclaimed, "Tremble therefore, tyrants of the world, tremble before the virtual writers." ഇപ്പോൾ എന്താണ്, ഒരു മിഡ് 18th സെഞ്ച്വറി ആയപ്പോൾ ഒരു കോമൺ ബിലീഫ് വന്നു തുടങ്ങി. അതായത് ഈ ബുക്സ് എന്ന് പറയുന്ന ഒരു എൻലൈറ്റ്മെൻറ്റ് തരുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ബുക്സിന് എന്താണ്, ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ട്, ഡെസ്പോട്ടിസവും ടൈറണിയൊക്കെ മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ടെന്നൊക്കെ ഉള്ള ബിലീഫ് വന്നു തുടങ്ങി. അപ്പോൾ ഒരു ഫേമസ് ഫ്രഞ്ച് റൈറ്ററായ നോവലിസ്റ്റായ ലൂയിസ് സെബാസ്റ്റ്യൻ മെഴ്സിയർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, "ദ പ്രിൻറ്റിംഗ് പ്രസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ എഞ്ചിൻ ഓഫ് പ്രോഗ്രസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് വിൽ സ്വീപ് ഡെസ്പോട്ടിസം എവേ." അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ എഞ്ചിനാണ്, അതായത് പ്രോഗ്രസ്സിനും അതുപോലെ തന്നെ ഈ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന സംഭവത്തെ തുടച്ചു നീക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ പവർഫുള്ളായ ഒരു സംഭവമാണ് എന്താണ് പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. അങ്ങനെ മെഴ്സിയറിൻ്റെ പല നോവലുകളിലും നമുക്ക് കാണാൻ പറ്റും ഈ അദ്ദേഹത്തിൻ്റെ കഥകളിലെ ഹീറോസ് ഇങ്ങനെ ബുക്സൊക്കെ വായിച്ച് എൻലൈറ്റഡായി ആ ലോകത്തെ മാറ്റിമറിക്കാനൊക്കെ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മെഴ്സിയർ ലാസ്റ്റ് പറയുന്നുണ്ട്, "Tremble before tyrants of the world, tremble before the virtual writers." എന്താണ് ഈ ടൈറൻസ്, അതായത് ഈ ഇങ്ങനെയുള്ള ഡെസ്പോട്ടിസമൊക്കെ കാഴ്ചവെക്കുന്നവർ വിറച്ച് വീഴാൻ പോവുകയാണ്. ആർക്ക് മുമ്പിൽ? ഈ വിർച്വൽ റൈറ്റേഴ്സിന് മുമ്പിൽ, അതായത് ഈ ബുക്സിന് മുമ്പിൽ. Print culture and the French Revolution. Many historians have argued that print culture created the conditions within which French Revolution occurred. Can we make such a connection? 3 types of arguments have been usually put forward. First, print popularized the ideas of Enlightenment thinkers. Collectively, their writings provided a critical commentary on tradition, superstition, and despotism. They argued for the rule of reason rather than custom, and demand that everything be judged through the application of reason and rationality. They attacked the sacred authority of the church and the despotic power of the state, thus eroding the legitimacy of social order based on tradition. The writings of Voltaire and Rousseau were read widely, and those who read these books saw the world through new eyes that were questioning, critical, and rational. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷന് കാരണം തന്നെ ഈ ബുക്സിൻ്റെ ഒരു അതിപ്രസരമാണെന്ന് പറയുന്നുണ്ട്. അതിൽ 3 റീസൺസാണ് പ്രധാനമായിട്ടും ഫോർവേഡ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രിൻറ്റ് പോപ്പുലറൈസ് ആയ വഴി എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ ഐഡിയാസൊക്കെ ജനങ്ങളിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ അതെന്താണ്, ഒരു ഡെസ്പോട്ടിസത്തിനെതിരെയും സൂപ്പർസ്റ്റിഷനെതിരെയും ട്രഡീഷനെതിരെയൊക്കെ ഉള്ളൊരു ക്രിട്ടിക്കൽ കമൻട്രി ആയിട്ട് മാറി. അവരെന്താണ് ആവശ്യപ്പെട്ടത്? ഒരു റാഷണാലിറ്റി അല്ലെങ്കിൽ ഒരു റീസൺ, ഒരു യുക്തിചിന്തപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ അവർ ചർച്ചിനെ പോലും അറ്റാക്ക് മീൻസ് അവരുടെ ആശയങ്ങളെ എതിർക്കാനും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ഡെസ്പോട്ടിക് പവേഴ്സിനെ എതിർക്കാനുമൊക്കെ തുടങ്ങി. വോൾട്ടയറിനെ, റൂസോയുടെയൊക്കെ റൈറ്റിങ്സ് ആളുകൾ ഒരുപാട് വായിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ജനങ്ങളെങ്ങനെയാണ് ഒരു പുതിയ കണ്ണോടുകൂടി ലോകത്തെ നോക്കിക്കാണുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിക്കുകയാണ്. ക്രിട്ടിക്കൽ ആൻഡ് റാഷണൽ ഐസോടുകൂടി അവർ വേൾഡിനെ ഒബ്സർവ് ചെയ്യുകയാണ്. സെക്കൻഡ്, പ്രിൻറ്റ് ക്രിയേറ്റഡ് എ ന്യൂ കൾച്ചർ ഓഫ് ഡയലോഗ് ആൻഡ് ഡിബേറ്റ്. All values, norms and institutions were re-evaluated and discussed by a public that had become aware of the power of reason and recognized the need to question existing ideas and belief.
Within this public culture, new ideas of social revolution came into being. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രിൻ്റ് എന്ന് പറയുന്ന സംഭവം ഒരു പുതിയ കൾച്ചറിന് തുടക്കം കുറിക്കുകയാണ്. ഡയലോഗ് ആൻഡ് ഡിബേറ്റ് എന്ന് വെച്ചാൽ ആളുകൾക്ക് കൂടുതൽ അറിവുണ്ടായി തുടങ്ങിയതോടുകൂടി അവരെന്ത് ചെയ്യാണ്, ഓരോ കാര്യവും അവരെ ക്രിട്ടിക്കലായിട്ട് റാഷണലായിട്ട് തിങ്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ റാഷണലായിട്ട് ഒബ്സർവ് ചെയ്യുകയാണ്. പബ്ലിക്ക് അത് ശരിയാണോ, ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് തെറ്റുകൾ കണ്ടെത്തി അവർ പുതിയൊരു സോഷ്യൽ റെവല്യൂഷന് തുടക്കം കുറിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയാൽ, തേർഡ്, ബൈ ദ 1780s there was an outpouring of literature that mocked the royalty and criticized their morality. In the process, it raised questions about the existing social order. Cartoons and caricatures typically suggested that the monarchy remained absorbed only in sensual pleasures while the common people suffered immense hardships. This literature circulated underground and led to the growth of hostile sentiments against the monarchy. അപ്പോൾ മൂന്നാമത്തെ റീസൺ എന്തെന്ന് വെച്ചാൽ ഈ ലിറ്ററേച്ചേഴ്സിനകത്ത് എന്താണ്, ഈ മൊണാർക്കിക്കെതിരെ, രാജവാഴ്ചയ്ക്കെതിരെയൊക്കെയുള്ള ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണ്. കാർട്ടൂൺസും കാരിക്കേച്ചേഴ്സും ഒക്കെ ഇവരുടെ സ്വഭാവത്തെ കളിയാക്കിക്കൊണ്ടൊക്കെയുള്ള കാര്യങ്ങളും അവരുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ടുള്ള കാര്യങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ അതിനകത്ത് സജഷൻ എന്താണ്, ഈ മൊണാർക്കി അല്ലെങ്കിൽ ഈ ഒരു റോയൽറ്റി എപ്പോഴും അവരുടെ സെൻഷ്വൽ പ്ലഷേഴ്സ് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, പക്ഷേ കോമൺ പീപ്പിൾസ് എപ്പോഴും സഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി ഈ ഒരു മൊണാർക്കിക്കെതിരെ ഒരു ഹോസ്റ്റൈൽ സെന്റിമെന്റ്സിന് തുടക്കം കുറിക്കുകയും ചെയ്തു. How do we look at these arguments? There can be no doubt that print helps the spread of ideas, but we must remember that people did not read just one kind of literature. If they read the ideas of Voltaire and Rousseau, they were also exposed to monarchical and church propaganda. They were not influenced directly by everything they read or saw. They accepted some ideas and rejected others. They interpreted things their own way. Print did not directly shape their minds, but it did open up the possibility of thinking differently. അപ്പോൾ എന്താണ് ഈ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ജനങ്ങൾ ബുക്ക് വായിച്ച് എൻലൈറ്റഡ് ആയെന്ന് പറയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ആ ബുക്സ് മാത്രമല്ല, ഇപ്പോൾ ചർച്ചിൻ്റെ പ്രൊപ്പഗാൻഡ, മൊണാർക്കിൽ റൈറ്റിങ്സ്, ഇതെല്ലാം ജനങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോൾട്ടേറിൻ്റെ റൂസോയുടെ ബുക്ക് മാത്രമല്ല, അപ്പോൾ അതിനെതിരെ ഒരു സെന്റിമെൻറ്റ്സ് ഉണ്ടാവാനും ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് ഒരു പുതിയ ഐഡിയയിൽ തിങ്ക് ചെയ്യാൻ അവർ എത്തുകയും അവർ അനുഭവിക്കുന്ന കാര്യവുമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്ത് എന്താണ് സത്യം, എന്താണ് തെറ്റ് എന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ബുക്സ് സഹായിച്ചു. അല്ലാതെ ബുക്സ് ഡയറക്റ്റ്ലി അവരുടെ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് കടത്തിവിടുകയോ ഒന്നുമല്ല ചെയ്തത്. The 19th century. The 19th century saw vast leaps in mass literacy in Europe, bringing in large numbers of new readers among children, women and workers. അപ്പോൾ 19th century നോക്കുകയാണെങ്കിൽ ആ ഒരു ലിറ്ററസി, യൂറോപ്പിലെ ലിറ്ററസിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് കണ്ടത്. ഒരുപാട് പുതിയ ജനവിഭാഗങ്ങൾ, ചിൽഡ്രൻ, വുമൻ, വർക്കേഴ്സ്, അവരെല്ലാം പുതിയ റീഡേഴ്സായിട്ട് മാറുകയാണ്. ആസ് പ്രൈമറി എഡ്യൂക്കേഷൻ became compulsory from the late 19th century, children became an important category of readers. Production of school textbooks became critical for the publishing industry. A children's press devoted to literature for children alone was set up in France in 1857. The press published new works as well as old fairy tales and folk tales. The Grimm brothers in Germany spent years compiling traditional folk tales gathered from peasants. What they collected was edited before the story were published in a collection in 1812. Anything that was considered unsuitable for children or would appear vulgar to the elites was not included in the published version. Rural folk tales thus acquired a new form. In this way, print recorded all tales but also changed them. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ 19th സെഞ്ചുറിയുടെ ലാസ്റ്റോടു കൂടി കമ്പൽസറി ആക്കിയതോടുകൂടി ചിൽഡ്രൻസ് എന്താണ് ഒരു പുതിയ കാറ്റഗറി ഓഫ് റീഡേഴ്സായിട്ട് ഇവോൾവ് ചെയ്യുകയാണ്. ചിൽഡ്രൻസിന് വേണ്ടിയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കൊക്കെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറി. 1857 ഫ്രാൻസിലെ ചിൽഡ്രൻസ് പ്രസ് തുടങ്ങിയാണ്, ചിൽഡ്രൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള പ്രസ്. അതിൽ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓൾഡ് ഫെയറി ടെയിൽസും ഫോക്ക് ടെയിൽസും അങ്ങനെയുള്ള വർക്ക്സും ന്യൂ വർക്ക്സും എല്ലാം പബ്ലിഷ് ചെയ്യാണ്. ജർമ്മനിയിൽ ഗ്രീൻ ബ്രദേഴ്സ് ഒരുപാട് വർഷം ഈ പെസൻസിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഫോക്ക് ടെയിൽസൊക്കെ ഗ്യാദർ ചെയ്ത് 1812 ഒരു സീരീസ് ഓഫ് ബുക്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്.
ചിൽഡ്രൻസിന് അൺസ്യൂട്ടബിൾ ആയിട്ട് കണക്കാക്കുന്ന അല്ലെങ്കിൽ എലൈറ്റ്സിന് വൾഗറായിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്താണ് പബ്ലിഷ്ഡ് വെർഷനിൽ എത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൾഡ് ഫോക്ക് ടെയിൽസിൻ്റെ ഒരു പ്രിൻറ്റഡ് ഫോമിലേക്ക് എത്തിക്കാൻ അതിന് സാധിച്ചെങ്കിലും അതൊരു ചേഞ്ച്ഡ് ഫോമിലായിരുന്നു. Women became important as readers as well as writers. Penny magazines were especially meant for women, as were manuals teaching proper behavior and housekeeping. When novels began to be written in the 19th century, women were seen as important readers. Some of the best-known novelists were women: Jane Austen, the Bronte sisters, George Eliot. Their writings became important in defining a new type of woman, a person with will, strength of personality, determination and power to think. അപ്പോൾ വിമൻ ഒരു ഇമ്പോർട്ടൻറ്റ് റീഡേഴ്സും അതുപോലെ തന്നെ റൈറ്റേഴ്സുമായിട്ട് മാറി. പെന്നി മാഗസിൻസ് അത് വിമൻസിനെ മീൻ ഉണ്ടായിരുന്നു. അതായത് ഹൗസ് കീപ്പിംഗ്, പ്രോപ്പർ ബിഹേവിയർ ഇതൊക്കെ പറയുന്ന ഒരു മാനുവൽ കണക്കായിരുന്നു ഈ പെന്നി മാഗസിൻസ് ഒക്കെ വന്നിരുന്നത്. നോവൽസ് 19ാം നൂറ്റാണ്ടിൽ നോവൽസ് ഒരു പോപ്പുലർ ഫോമായിട്ട് വന്നതോടുകൂടി വിമൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് റീഡേഴ്സായിട്ട് മാറുകയാണ്. ഒരുപാട് നോൺ നോവലിസ്റ്റ് എന്ന് പറയുന്ന വിമൻസാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ജെയിൻ ഓസ്റ്റൻ, ബ്രോണ്ടെ സിസ്റ്റേഴ്സ്, ജോർജ് എലിയട്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് വിമൻ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ റൈറ്റിങ്സിൽ ഒരു പുതിയ ടൈപ്പ് ഓഫ് വിമൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒരു വില്ലുള്ള അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് പേഴ്സണാലിറ്റി ഉള്ള, ഡിറ്റർമിനേഷനുള്ള, തിങ്ക് ചെയ്യാൻ പവറുള്ള ഒരു വിമനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. Lending libraries had been in existence from the 17th century onwards. In the 19th century, lending libraries in England became instruments for educating white-collar workers, artisans and lower middle-class people. Sometimes self-educated working-class people wrote for themselves. After the working day was gradually shortened from the mid-19th century, workers had some time for self-improvement and self-expression. They wrote political tracts and autobiographies in large numbers. ഇപ്പോൾ ലെൻഡിങ് ലൈബ്രറീസ്, അതായത് ബുക്സ് ഇങ്ങനെ കൊടുക്കുന്ന ലൈബ്രറീസ് ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതുവഴി എന്താണ് സാധാരണക്കാർക്ക് വൈറ്റ് കോളർ വർക്കേഴ്സിനും ആർട്ടിസൻസിനും ലോവർ മിഡിൽ ക്ലാസ് പീപ്പിളിനും വരെ ഇത് വായിക്കാനുള്ള അവസരം ഉണ്ടായി. അതുപോലെ തന്നെ വർക്കിംഗ് ഹവേഴ്സ് ഷോർട്ടൺ ചെയ്തത് വഴി അവർക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ ട്രാക്ട്സും ഓട്ടോബയോഗ്രഫീസും ഒക്കെ എഴുതാൻ ഉള്ള അവസരവും കിട്ടുകയാണ്. ഫർദർ ഇന്നോവേഷൻസ്. By the late 18th century, the press came to be made out of metal. Though the 19th century, there were a series of further innovations in printing technology. By the mid-19th century, Richard M. Hoy of New York had perfected the power-driven cylindrical press. This was capable of printing 8,000 sheets per hour. This press was particularly used for printing newspapers. In the late 19th century, the offset press was developed, which could print up to 6 colors at a time. From the turn of the 20th century, electrically operated presses accelerated printing operations. A series of the other developments followed. Methods of feeding paper improved. The quality of the plates became better. Automatic paper reels and photoelectric controls of the color registered were introduced. The accumulation of several individual mechanical improvements transformed the appearance of the printed text. നമുക്കിനി പ്രിൻറ്റിംഗ് പ്രസ്സിലൊക്കെ വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു 18th സെഞ്ച്വറിയോടുകൂടി പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടുള്ളതായി. ഒരു mid-19th സെഞ്ച്വറി ആയപ്പോൾ റിച്ചാർഡ് എം ഹോയ്, ന്യൂയോർക്കിലെ റിച്ചാർഡ് എം ഹോയ് സിലിണ്ടറിക്കൽ പ്രസ്, അതായത് പവർ ഡ്രിവൺ സിലിണ്ടറിക്കൽ പ്രസ്സിന് രൂപം കൊടുക്കുകയും ഏകദേശം 8000 ഷീറ്റ്സ് ഒരേ സമയത്ത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹവറിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്തു. ഇത് പ്രധാനമായിട്ടും ന്യൂസ് പേപ്പേഴ്സിനായിരുന്നു യൂസ് ചെയ്തത്. ലേറ്റ് 19th സെഞ്ച്വറിയിൽ ഓഫ്സെറ്റ് പ്രസ് വന്ന വഴി ഒരു സമയത്ത് 6 കളർ വരെ പ്രിൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായി. 20th സെഞ്ച്വറി ആയപ്പോൾ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് പ്രിൻറ്റിങ്സ് വന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നു. പേപ്പർ ഫീഡിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഇമ്പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്രിൻറ്റഡ് ടെക്സ്റ്റിൻ്റെ ഒരു അപ്പിയറൻസിലും വളരെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. Printers and publishers continuously developed new strategies to sell their products. 19th century periodicals serialized important novel, which gave birth to particular way of writing novels. In the 1920s, in England, popular works were sold in cheap series called shilling series. The dust cover or the book jacket is also 20th century innovation. With the onset of the Great Depression in 1930s, publishers feared a decline in book purchases. To sustain buying,
they brought our cheap paperback edition. അതായത് പ്രിൻറ്റേഴ്സും പബ്ലിഷേഴ്സും പുതിയ പുതിയ സ്ട്രാറ്റജീസ് അന്വേഷിക്കുകയാണ്. ഈ അവരുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ സ്ട്രാറ്റജീസ് അന്വേഷിക്കുകയാണ്. 90th centuries ആയപ്പോൾ ഈ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് നോവൽസൊക്കെ സീരീസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പീരിയോഡിക്കൽസിൽ സീരിയലൈസ്ഡ് ആയിട്ട് അവർ എഴുതുകയാണ്. 1920 ഇംഗ്ലണ്ടിൽ പോപ്പുലർ വർക്ക്സൊക്കെ ചീപ്പ് സീരീസ് ആയിട്ട് ഷില്ലിംഗ് സീരീസ് എന്നറിയപ്പെടുന്ന രീതിയിൽ വിൽക്കുന്നുണ്ട്. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്ത് 1930-കളിൽ പബ്ലിഷേഴ്സൊക്കെ എന്ത് ചെയ്യാണ്, ബൈയിങ് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസ ഇല്ലാത്ത സമയത്ത് അവർക്ക് ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് അവർ എന്താണ് സസ്റ്റെയിൻ ബൈയിങ്ങിന് വേണ്ടിയിട്ട് ചീപ്പ് പേപ്പർ ബാക്ക് എഡിഷൻസൊക്കെ കൊണ്ടുവരികയാണ്. ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഓഫ് പ്രിൻറ്റ്. Manuscripts before the age of print. India had a very rich and old tradition of handwritten manuscripts in Sanskrit, Arabic, Persian, as well as in various vernacular languages. Manuscripts were copied on palm leaves or on handmade paper. Pages were sometimes beautifully illustrated. They would be either pressed between wooden covers or sewn together to ensure preservation. Manuscripts continued to be produced till well after the introduction of print, down to the late 19th century. ഇപ്പോൾ എന്താണ്, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ ഓൾഡായ ഒരു ഹാൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റ് ട്രഡീഷൻ ഉണ്ട്. സാൻസ്ക്രിറ്റിലും അറബിക്കിലും പേർഷ്യൻസിലും അതുപോലെ തന്നെ ഒരുപാട് വെർണാക്കുലർ ലാംഗ്വേജസിലൊക്കെ എഴുതിയ മാനുസ്ക്രിപ്റ്റ്സ് ഇന്ത്യയിലുണ്ട്. അത് പ്രധാനമായിട്ടും ഒന്നുകിൽ പാം ലീവ്സിൽ ആയിരിക്കും അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് പേപ്പറിലായിരിക്കും എഴുതുക. അതിൻ്റെ ചുറ്റുമൊക്കെ എന്താണ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. വുഡൻ കവേഴ്സിനകത്തായിരിക്കും മിക്കവാറും വയ്ക്കുക, അല്ലെങ്കിൽ സ്യൂ ചെയ്തെടുക്കും, തുന്നി ചേർത്ത് ഒരുപോലെ എടുക്കുമായിരുന്നു. ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ മാനുസ്ക്രിപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രിൻറ്റ് വന്നതിന് ശേഷം ഒരു 19th centuryയുടെ ലാസ്റ്റ് കാലഘട്ടം വരെ ഈ മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Manuscripts, however, were highly expensive and fragile. They had to be handled carefully and they could not be read easily, as script was written in different styles, so manuscripts were not widely used in everyday life. Even though pre-colonial Bengal had developed an extensive network of village primary school, students were very often did not read texts. They only learned to write. Teachers dictated portions of text from memory and students wrote them down. Many thus became literate without even actually reading any kinds of text. ഇപ്പോൾ എന്താണ്, മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവും ഫ്രജൈലും ആയിരുന്നു. അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. അതുപോലെ ഇത് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയിരുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീ കൊളോണിയൽ കാലഘട്ടത്തിൽ ബംഗാളിൽ ഒരു എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, വില്ലേജ് പ്രൈമറി സ്കൂൾസിൻ്റെയൊക്കെ. അപ്പോൾ സ്റ്റുഡൻസിന് ടെക്സ്റ്റുകൾ വായിക്കാൻ കൊടുത്തിരുന്നില്ല. അതായത് ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, അവരെ എഴുതാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളായിരുന്നു. ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, അവരെ ഇങ്ങനെ ഓർമ്മയിൽ നിന്നും ഓരോ പോർഷൻസ് എടുത്ത് പറയും, സ്റ്റുഡൻസ് അത് എഴുതിയെടുക്കും. അങ്ങനെ ഒരുപാട് കുട്ടികൾ വായിക്കാതെ ലിറ്ററേറ്റ് ആയിട്ട് മാറുകയാണ്. പ്രിൻറ്റ് കംസ് ടു ഇന്ത്യ. The printing press first came to Goa with Portuguese missionaries in the mid-16th century. Jesuit priests learned Konkani and printed several tracts. By 1674, about 50 books had been printed in the Konkani and Kannada languages. Catholic priests printed the first Tamil book in 1579 at Cochin, and in 1713, first Malayalam book was printed by them. By 1710, Dutch Protestant missionaries had printed 32 Tamil texts, many of them translations of older works. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ് വരുന്നത് ഗോവയിലാണ്. പോർച്ചുഗീസ് മിഷണറീസാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ കൊങ്കണി പഠിച്ചെടുക്കുകയും 1674 ഏകദേശം 50 ബുക്സ് പ്രിൻറ്റ് ചെയ്യുകയാണ്. കൊങ്കണിയിലും കന്നാഡ ലാംഗ്വേജസിലൊക്കെ പ്രിൻറ്റ് ചെയ്യുകയാണ്. കത്തോലിക് പ്രീസ്റ്റുകൾ 1579 കൊച്ചിയിൽ ആദ്യമായിട്ടൊരു തമിഴ് ബുക്ക് പ്രിൻറ്റ് ചെയ്യുന്നു. 1713 ഫസ്റ്റ് മലയാളം ബുക്ക് പ്രിൻറ്റ് ചെയ്യുന്നു. 1710 ആയപ്പോൾ ഡസ്റ്റ് ഒരു പ്രൊട്ടസ്റ്റൻസ് എന്താണ് 32 തമിഴ് ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രസ് ഡിഡ് നോട്ട് ഗ്രോ ഇൻ ഇന്ത്യ ടിൽ ക്വയറ്റ് late, even though the English East India Company began to import presses from the late 17th century.
ഇപ്പോൾ എന്താണ് ഇംഗ്ലീഷ് പ്രസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് ഗ്രോ ചെയ്ത ഒരു സംഭവമൊന്നും ആയിരുന്നില്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 17-ാം നൂറ്റാണ്ട് മുതലേ ഇങ്ങോട്ട് പ്രസ്സസ് ഇമ്പോർട്ട് ചെയ്തെങ്കിലും അതങ്ങനെ വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രം 1780, James Augustus Hickey began to edit the Bengal Gazette, a weekly magazine that described itself as a commercial paper open to all but influenced by none. So it was private English enterprise, proud of its independence from the colonial influence, and began English printing in India. Hickey published a lot of advertisements, including those of related to the import and sale of slaves, but he also published a lot of gossip about company's senior officials in India. Enraged by this, Governor General Warren Hastings persecuted Hickey and encouraged publication of officially sanctioned newspapers that could counter the flow of information that damaged the image of colonial government. By the close of the 18th century, a number of newspapers and journals appeared in print. There were Indians too who began to publish Indian newspapers. The first to appear was the weekly Bengal Gazette, brought by Gangadhar Bhattacharya, who was close to Ram Mohan Roy. അപ്പോൾ 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ഒരു വീക്ക്ലി മാഗസിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ എന്താണ്, ഇതൊരു കൊമേഴ്ഷ്യൽ പേപ്പറാണ്, എല്ലാവർക്കും വായിക്കാം, പക്ഷേ ആരാരും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത ഒരു പേപ്പറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊരു പ്രൈവറ്റ് ഇംഗ്ലീഷ് എൻ്റർപ്രൈസ് ആയിരുന്നു. അതുപോലെ തന്നെ കൊളോണിയൽ ഇൻഫ്ലുവൻസിൽ നിന്നും ഇൻഡിപെൻഡൻറ്റും ആയിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും ഈ ഒരു കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അതായത് ഇപ്പോൾ ഇമ്പോർട്ടിനെ പറ്റിയും സ്ലേവ് സെയിലിനെ പറ്റിയൊക്കെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം കമ്പനിയുടെ സീനിയർ ഒഫീഷ്യൽസിനെ പറ്റി, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സീനിയർ ഒഫീഷ്യൽസിനെ പറ്റിയുള്ള അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ഇദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കുകയും പബ്ലിക്കേഷനൊക്കെ ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം ഒരുപാട് ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗംഗാധർ ഭട്ടാചാര്യയുടെ ബംഗാൾ ഗസറ്റാണ് അതിനകത്ത് ഫസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. റിലീജിയസ് റിഫോംസ് ആൻഡ് പബ്ലിക് ഡിബേറ്റ്സ്. ഫ്രം ദ early 19th century, as you know, there were intense debates around religious issues. Different groups confronted the changes happening within colonial society in different ways and offered a variety of new interpretations of the beliefs of different religions. Some criticized existing practice and campaigned for reform, while others countered the arguments of reformers. There were debates. These debates were carried out in public and in print. Printed tracts and newspapers not only spread the new ideas, but they shaped the nature of the debate. A wider public could now participate in this public discussion and express their views. New ideas emerged through these clashes of opinions. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ഈ ഒരു റിലീജിയസ് ഇഷ്യൂസിൻ്റെയൊക്കെ ഡിബേറ്റ്സൊക്കെ ഇൻറ്റൻസിഫൈ ചെയ്യുകയാണ്. പല ഗ്രൂപ്പ്സിനും പല ഐഡിയോളജീസ് വന്നത് വഴി ചിലർ എന്ത് ചെയ്യുകയാണ്, റിഫോമിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ചിലർ റിഫോം വേണ്ട എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ അത് പ്രിൻറ്റ് മീഡിയയിൽ വന്നത് വഴി ഒരുപാട് ജനങ്ങൾക്ക് ഈ ഡിബേറ്റ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആ ഒരു ഐഡിയാസ് അവരുടെ അടുത്തേക്കും എത്തുകയാണ്. അപ്പോൾ അതൊരു പുതിയൊരു വ്യൂസും പബ്ലിക് ഡിസ്കഷനൊക്കെ കാരണമായിട്ട് മാറുകയും പുതിയ ഐഡിയാസ് എമേർജ് ചെയ്യുകയും ചെയ്യുകയാണ്. This was a time of intense controversies between social and religious reforms of and the Hindu orthodoxy over matters like widow immolation, monotheism, Brahmanical priesthood, and idolatry. In Bengal, as the debate developed, tracts and newspapers proliferated, circulating a variety of arguments to reach a wider audience. The ideas were printed in the everyday spoken language of ordinary people. Ram Mohan Roy published Samvad Kaumudi from 1821, and the Hindu Orthodoxy commissioned the Samachar Chandrika to oppose his opinions. From 1822, two Persian newspapers were published, Jami Jahannama and Shamsul Akbar. In the same year, a Gujarati newspaper, ബോംബെ സമാചാർ മേഡ് ഇറ്റ് അപ്പിയറൻസ്. ഇപ്പോൾ എന്താണ്, ഈ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെയാണ്. അതായത് ഹിന്ദു ഓർത്തഡോക്സിയെ പറ്റി, വിഡോ ഇമൊലേഷൻ, മോണോത്തിസം, ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ്ഹുഡ്, അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ്. ഈ സമയത്ത് ഒരു വൈഡർ ഓഡിയൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ ഈ പ്രിൻറ്റഡ് മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. റാം മോഹൻ റോയ് സംവാദ് കൗമുദി 1821 ഈ ഒരു
റിഫോർമേഷൻ തോട്ട്സൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനെ ഒപ്പോസ് ചെയ്ത് ഹിന്ദു ഓർത്തഡോക്സി കമ്മീഷൻ ചെയ്യുന്നതാണ് സമാചാർ ചന്ദ്രിക എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രിൻ്റഡ് ഐഡിയോളജീസിലേക്കൊക്കെ ഇത് മാറുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡിബേറ്റ്സ് പ്രിൻറ്റ് മീഡിയയിലൂടെ നടക്കുകയാണ്. 1822 2 പേർഷ്യൻ ന്യൂസ് പേപ്പേഴ്സ് വരുന്നുണ്ട്. ജാമി ജഹാന്നമ, ഷംസുൽ അക്ബർ എന്ന് പറയുന്ന 2 ന്യൂസ് പേപ്പേഴ്സ്. അതുപോലെ തന്നെ ഗുജറാത്തി ന്യൂസ് പേപ്പർ ആ വർഷം തന്നെ വരുന്നുണ്ട്, ബോംബെ സമാചാർ എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ പ്രിൻ്റ് മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇൻ നോർത്ത് ഇന്ത്യ, ദ ഉലാമ വെയർ ഡീപ്ലി ആൻഷ്യസ് അബൌട്ട് ദ കൊളാപ്സ് ഓഫ് മുസ്ലിം ഡൈനാസ്റ്റീസ്. They feared that colonial rulers would encourage conversion, change the Muslim personal laws. To encounter this, they used cheap lithographic presses, published Persian and Urdu translation of holy scriptures, and printed religious newspapers and tracts. The Deoband Seminary, founded in 1867, published thousands upon thousands of fatwas telling Muslim readers how to conduct themselves in their everyday lives and explaining the meaning of Islamic doctrines. All through the 19th century, a number of Muslim sects and seminaries appeared, each with a different interpretation of faith, each keen on enlarging its following and countering the influence of its opponents. Urdu print helped them conduct these battles in public. ഇപ്പോൾ എന്താണ്, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഈ മുസ്ലിം ഡൈനാസ്റ്റീസിൻ്റെയൊക്കെ കൊളാപ്സ് കാരണം ഈ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടായത് കാരണം ഇവർ പേടിക്കുകയാണ്. ഈ കൊളോണിയൽ പവേഴ്സ് എന്ത് ചെയ്യാണ്, തങ്ങളെ കൺവേർഷന് കാരണമാവുകയോ അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോസൊക്കെ ചേഞ്ച് ചെയ്യുമോ എന്നൊക്കെ ഉള്ള കാരണങ്ങൾ ഇവർക്ക് പേടി കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചീപ്പ് ലിത്തോഗ്രാഫിക് പ്രോസസ്സിൽ ഇവരെന്ത് ചെയ്യണം, ഒരുപാട് പബ്ലിക്കേഷൻ ഹോളി സ്ക്രിപ്റ്റേഴ്സിൻ്റെയും റിലീജിയസ് ന്യൂസ് പേപ്പേഴ്സൊക്കെ പബ്ലിഷ് ചെയ്യുകയാണ്. ഡിയോബാൻഡ് സെമിനാറി 1867 തൗസൻഡ്സ് ഓഫ് ഫത്വാസ് എന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രൊണൗൺസ്മെൻ്റ് ആണ്, അതായത് ഇസ്ലാമിക് ലോസിനെയൊക്കെ പറ്റിയൊക്കെ പറയുന്നതാണ്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നത് വഴി ജനങ്ങളിലേക്ക് ഇസ്ലാമിക് ഡോക്ട്രെയിൻസിനെ കുറിച്ചൊക്കെ എത്തിക്കുകയാണ്, എവരിഡേ ലൈഫ്സ് എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 19ാം നൂറ്റാണ്ടായപ്പോൾ ഒരുപാട് മുസ്ലിം സെക്ട്സും അതുപോലെ തന്നെ സെമിനാറീസും ഒക്കെ വരികയാണ്. ഈ ഒരു വിശ്വാസത്തിന് പുതിയൊരു ഇൻ്റർപ്രിറ്റേഷൻ അവർ നൽകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഉറുദു പ്രിൻറ്റ് മീഡിയയിലൂടെ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇതൊരു ബാറ്റിലായിട്ട് അല്ലെങ്കിൽ ഒരു ആശയ യുദ്ധമായിട്ട് മാറുകയാണ്. Among Hindus, too, print encouraged the reading of religious texts, especially in the vernacular languages. The first printed edition of Ramcharitamanas of Tulsidas, a 16th century text, came out from Calcutta in 1810. By the mid-19th century, cheap lithographic editions flooded North Indian markets. From the 1880s, the Nawal Kishore Press at Lucknow and Sri Venkateshwar Press in Bombay published numerous religious texts in vernaculars. In these printed and portable forms, these could be read easily by the faithful at any place and time. They could also read out to large groups of illiterate men and women. അപ്പോൾ ഹിന്ദുസിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഈ റിലീജിയസ് ടെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയാണ്. വെർണാക്കുലർ ലാംഗ്വേജസിലൊക്കെ എസ്പെഷ്യലി ആയിട്ട് ഈ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന വഴി ഇങ്ങനെ അവർ റിലീജിയസ് ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങിയാണ്. ഫസ്റ്റ് പ്രിൻറ്റഡ് എഡിഷൻ രാംചരിത്മനാസ് തുളസിദാസിൻ്റെ ആ ഒരു 16ാം നൂറ്റാണ്ടിലെ ടെക്സ്റ്റൊക്കെ 1810 കൽക്കട്ടയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. മിഡ് 19th സെഞ്ചുറി ആയപ്പോൾ ചീപ്പ് ലിത്തോഗ്രാഫിക് എഡീഷൻസ് ഓഫ് ബുക്സ് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് വരികയാണ്. 1880 നവാൽ കിഷോർ പ്രസ്, ലക്നൗവിലെ നവാൽ കിഷോർ പ്രസ്സും ബോംബെയിലെ ശ്രീ വെങ്കടേശ്വര പ്രസ്സും ഒരുപാട് റിലീജിയസ് ടെക്സ്റ്റ് ഈ വെർണാക്കുലർ ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിൻറ്റഡ് പോർട്ടബിൾ ഫോമിൽ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന, ഏത് സമയത്ത് ഏത് പ്ലേസിലും വായിക്കാൻ പറ്റുന്ന ഫെയ്ത്ത്ഫുള്ളായ കാര്യങ്ങൾ വന്നതോടുകൂടി ആൾക്കാർ ഇത് വായിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇലിറ്ററേറ്റ് ആയ മെന്നും വുമനും ഇത് വായിച്ച് കേൾക്കാനുള്ള അവസരവും ഉണ്ടാകുകയാണ്. Religious texts therefore reached a very wide circle of people, encouraging discussions, debates, controversies within
ആൻഡ് എമംഗ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. അപ്പോൾ ഈ റിലീജിയസ് ടെക്സ്റ്റ് പുറത്തേക്ക് വന്നതോടുകൂടി ഇത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുകയും ആ ഒരു ഡിബേറ്റ്സും ഡിസ്കഷനും കോൺട്രവേഴ്സീസിനും ഒക്കെ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഈ പല റിലീജിയൻസിനും തമ്മിൽ. Print did not only stimulate the publication of conflicting opinions amongst the communities, but it also connected communities among people in different parts of India. Newspaper conveyed news from one place to another, creating pan-Indian identities. അപ്പോൾ പ്രിൻ്റ് മീഡിയ പല ജനങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്ട്സ് മാത്രമല്ല, ഒപ്പീനിയൻസിൻ്റെ ഇടയിൽ കോൺഫ്ലിക്ട്സ് മാത്രമല്ല, അതുപോലെ തന്നെ ഒരു 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 കണക്ഷൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പീനിയൻസ് തമ്മിലൊരു കണക്ഷൻസും അല്ലെങ്കിൽ ഒപ്പീനിയൻസ് തമ്മിൽ കോൺഫ്ലിക്ട്സും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പാർട്സിലെ ഉള്ള ജനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസിൽ നടക്കുന്ന ന്യൂസ് മറ്റൊരു സ്ഥലത്ത് എത്തിയിരുന്നു. അതുപോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനും സാധിച്ചിരുന്നു. അടുത്ത ന്യൂ ഫോംസ് ഓഫ് പബ്ലിക്കേഷൻ. പ്രിൻറ്റിംഗ് ക്രിയേറ്റഡ് ആൻ appetite for new kind of writing. As more and more experienced people could now read, they wanted to see their own lives, experiences, emotions and relationships reflected in what they read. The novel, a literary form which had developed in Europe, ideally catered to this need. It soon acquired distinctively Indian forms and styles for readers. It opened up new worlds of experience and gave vivid sense of diversity of human lives. Other new literary forms also entered the world of reading. Lyric, short stories, essays about social and political matters in different ways. They reinforced the new emphasis on the human lives and intimate feelings about the political and social rules that shaped such things. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പുതിയ കൈൻഡ് ഓഫ് റൈറ്റിങ്സ് വരികയാണ്. യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത നോവൽ എന്ന് പറയുന്ന ഒരു ഫോം ഇന്ത്യയിലും ഒരു പുതിയ ഫോമിലും സ്റ്റൈലിലുമായിട്ട് മാറുകയാണ്. ഒരുപാട് ഹ്യൂമൻ ലൈവ്സിനെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഈ നോവൽസിലൂടെ വരികയാണ്. ഇനി വേറെ ലിറ്റററി ഫോംസ് ആയ ലിറിക്സും ഷോർട്ട് സ്റ്റോറീസും എസ്സേയ്സും ഒക്കെ ഇങ്ങനെ വരുന്നതോടുകൂടി ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റൂളിന് ഒരു പുതിയ ഷേപ്പും ഈ ബുക്സ് കാരണമൊക്കെ വരികയാണ്. By the end of the 19th century, a new visual culture was taking shape. With the setting up of an increasing number of printing press, visual images could be easily reproduced in multiple copies. Painters like Raja Ravi Verma produced images of mass circulation. Poor wood engravers who made wood blocks set up shop near the letter presses and were employed to print shops. Cheap prints and calendars easily available in the bazaar could be bought even by the poor to decorate the walls of their homes and places of work. These prints began shaping popular ideas about monarchy, tradition, religion, politics and society and culture. അപ്പോൾ എന്താണ് ഈ ഒരു പ്രിൻറ്റിങ് ഒരു പുതിയ ഷേപ്പ് വരികയാണ്, ഒരു വിഷ്വൽ കൾച്ചറിന് പുതിയ ഷേപ്പ് വരികയാണ്. അതായത് പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ ഒരു ഇൻക്രീസ് കാരണം വിഷ്വൽ ഇമേജസൊക്കെ എളുപ്പത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്സൊക്കെ ഒരുപാട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കലണ്ടേഴ്സും വാൾ പെയിൻറ്റിങ്സൊക്കെ ഒരുപാട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഒരു പാവപ്പെട്ട ജനങ്ങൾക്കും അത് അവരുടെ വാൾസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു മൊഡേണിറ്റി, ട്രഡീഷൻ, റിലീജിയൻ, പൊളിറ്റിക്സ് അല്ലെങ്കിൽ സൊസൈറ്റി, കൾച്ചർ, ഇതിനൊക്കെ ഒരു പുതിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഷേപ്പിംഗ് കൊണ്ടുവരാൻ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. By the 1870, caricatures and cartoons were being published in journals and newspapers commenting on social and political issues. Some caricatures ridiculed the educated Indians' fascination with Western trades and clothes, while others expressed the fear of social change. There were imperial caricatures lampooning nationalists as well as nationalist cartoons criticizing imperial rule. അപ്പോൾ എന്താണ് 1870 ആയപ്പോൾ ഈ കാരിക്കേച്ചേഴ്സും അതുപോലെ തന്നെ കാർട്ടൂൺസും ഒക്കെ ന്യൂസ് പേപ്പേഴ്സിലും ജേർണൽസിലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന വഴി അവരുടെ ഇടയിലും ഈ ആശയങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. ചിലർ ഈ ഒരു എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിൻ്റെ
ഫാസിനേഷൻ, വെസ്റ്റേൺ ഡ്രസ്സിനെ കുറിച്ചും ക്ലോത്ത്സിനെ കുറിച്ചുള്ള ഫാസിനേഷനെ ക്രിട്ടിസൈസ് ചെയ്തും അനുകൂലിച്ചുമൊക്കെയുള്ള കാരിക്കേച്ചേഴ്സ് വരുന്നുണ്ട്. ഇമ്പീരിയൽ കാരിക്കേച്ചേഴ്സ്, അതായത് നാഷണലിസ്റ്റിനെ കളിയാക്കിക്കൊണ്ടുള്ള ഇമ്പീരിയൽ കാരിക്കേച്ചേഴ്സ്, നാഷണലിസ്റ്റ് കാരിക്കേച്ചർ എന്ന് പറയുന്ന കാർട്ടൂൺസ് എന്ന് പറയുന്ന ആ ഒരു ഇമ്പീരിയൽ റൂളിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണ്. വിമൻ ആൻഡ് പ്രിൻറ്റ്. Lives and feelings of women began to be written particularly vivid and intense ways. Women's reading therefore increased enormously in the middle class homes. Liberal husbands and fathers began educating their women folk at home and sent them to schools. When women's schools were set up in cities and towns after the mid-19th century, many journals began carrying writings by women and explained why women should be educated. They also carried a syllabus and attached suitable reading matter which could be used for home based schooling. അപ്പോൾ എന്താണ് ഒരു വിമൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വിമൻസ് റീഡ് ചെയ്യണമെന്ന് പറയുന്ന ആശയങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ഹോംസിലേക്കും ഇന്ത്യയിലേക്ക് എത്തുകയാണ്. വിമൻസിൻ്റെ സ്കൂൾസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വഴി അവർ സ്കൂൾസിലേക്കൊക്കെ പോവുകയാണ്. പുതിയ ജേർണൽസൊക്കെ വരികയാണ്. വിമൻസിൻ്റെ റൈറ്റിങ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിമൻസിനെ എന്തുകൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആർട്ടിക്കിൾസൊക്കെ വരികയാണ്. പുതിയൊരു സിലബസ് കൊടുക്കുകയാണ്. അതായത് ഹോം ബേസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ ഹോം ബേസ്ഡ് സ്കൂളിംഗ് നടത്തുന്ന വിമൻസിന് വേണ്ടി സിലബസൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. But not all families were liberal. Conservative Hindus believed that a literate girl would be widowed, and Muslims feared that educated women would be corrupted by reading Urdu romances. Sometimes rebel women defied such prohibition. We know the story of a girl in a conservative Muslim family of North India who secretly learned to read and write in Urdu. Her family wanted her to read only the Arabic Quran, which she did not understand, so she insisted on learning to read a language that was her own. In East Bengal, in the early 19th century, Rahusundari Devi, a young married girl in a very orthodox household, learned to read in the secrecy of her kitchen. Later, she wrote her autobiography, Amar Jihan, which was published in 1876. It was a first full-length autobiography published in the Bengali language. അപ്പോൾ എല്ലാ ഫാമിലീസും ലിബറൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കൺസർവേറ്റീവ് ഹിന്ദുസ് അല്ലെങ്കിൽ മുസ്ലിംസ് ഫാമിലീസൊക്കെ എന്താണ് വിമൻസ് കറപ്റ്റഡ് ആവും അല്ലെങ്കിൽ വിഡോഡ് ആവും എന്നൊക്കെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് റീഡിങ് റൈറ്റിംഗ് ഒക്കെ കൊടുത്തിരുന്നില്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം ഫാമിലിയിൽ ഒരു ഗേൾ എന്ത് ചെയ്യാണ് നോർത്ത് ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഉറുദു റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാനും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ് സുന്ദരി ദേവി എന്ന് പറയുന്ന ഒരു യങ് മാരീഡ് ബംഗാളി ഈസ്റ്റ് ബംഗാളിലുള്ള വുമൻ അവരുടെ ഹൗസ് ഹോൾഡിൽ തന്നെ സ്വന്തമായിട്ട് വായിക്കാൻ പഠിക്കുന്നുണ്ട്. ഓട്ടോബയോഗ്രഫി അമർ ജിബാൻ എന്ന് പറയുന്ന അവർ 1876 പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഫുൾ ലെങ്ത് ഓട്ടോബയോഗ്രഫി ബംഗാളി ലാംഗ്വേജിലെ ഫസ്റ്റ് ഫുൾ ലെങ്ത് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് അമർ ജിബാനാണ്. Since social reforms and novels have already created a great interest in women's lives and emotions, there was also an interest in what women would have to say about their own lives. From the 1860s, a few Bengali women like Kailasha Bhashini Devi wrote books highlighting the experience of women, about how women were imprisoned at home, kept in ignorance, forced to do hard domestic labor, and treated unjustly by the very people they served. In the 1880s, in present-day Maharashtra, Tarabhai Shinde and Pandita Ramabhai wrote with passionate anger about the miserable lives of upper caste Hindu women, especially widows. A woman in a Tamil novel expressed what regarding men to women who were so greatly confined by social regulation by various reasons. By my world is small, more than half my life's happiness has come from books. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ റിഫോംസൊക്കെ ഈ നോവലിലെ കൂടെയൊക്കെ വരികയാണ്. വിമൻസിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വിമൻസിൻ്റെ ഇമോഷൻസൊക്കെ വാല്യൂ ചെയ്യുകയാണ്. 1860 കൈലാഷ് ഭാഷിനി ദേവി എന്ന് പറയുന്ന ആളുടെയൊക്കെ ബുക്സൊക്കെ വരികയാണ്. 1880 ആയപ്പോൾ മഹാരാഷ്ട്രയിൽ ധാരാഭായ് ഷിൻഡെയുടെയും പണ്ഡിത രമാഭായിയുടെയൊക്കെ ഒരു ആങ്കർ ഉള്ള ഒരു പാഷനേറ്റ് റൈറ്റിങ്സ് ഒക്കെ വരികയാണ്. അപ്പർ കാസ്റ്റ് ഹിന്ദു വിമൻസിൻ്റെയൊക്കെ പ്രോബ്ലവും എസ്പെഷ്യലി വിഡോസിൻ്റെയൊക്കെ പ്രോബ്ലം ഒക്കെ വരികയാണ്. അങ്ങനെയൊക്കെ ഉള്ള ബുക്സൊക്കെ ഈ ഒരു വിമൻസിൻ്റെ സിറ്റുവേഷനെയൊക്കെ
പറ്റി പറഞ്ഞൊക്കെ വരുന്നുണ്ട്. While Urdu, Tamil, Bengali and Marathi print culture had developed early, Hindi printing began seriously only from the 1870s. Soon a large segment of it was devoted to the education of women. In the early 20th century, journals written for and sometimes edited by women became extremely popular. They discussed issues like women educating, widowhood, widow remarriage and the nationalist movement. Some of them offered household and fashion lessons to women and brought entertainment through short stories and serialized novels. ഇപ്പോൾ ഉറുദു, തമിഴ്, ബംഗാളി, മറാത്തി പ്രിൻറ്റ് കൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹിന്ദി പ്രിൻറ്റിങ് 1870 ബിഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിമൻ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തതായിട്ടായിരുന്നു ഹിന്ദി പ്രിൻറ്റ് എഡ്യൂക്കേഷന് വന്നിരുന്നത്. ഇപ്പോൾ വിമൻസ് റൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിമൻസ് എഡിറ്റ് ചെയ്തിരുന്ന ജേണൽസൊക്കെ എക്സ്ട്രീംലി പോപ്പുലർ ആവുന്നുണ്ട്. അപ്പോൾ വിമൻ എഡ്യൂക്കേഷൻ, വിഡോഹുഡ്, വിഡോ റീമാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് വന്നിരുന്നത്. In Punjab too, a similar folk literature was widely printed from the early 20th century. Ram Chatha published the fast-selling Istri Dharam Vichar to teach women how to be obedient wives. The Khalsa Tract Society published cheap booklets with a similar message. Many of these were in the form of dialogues about the qualities of a good woman. അങ്ങനെ പഞ്ചാബിൽ ഇതുപോലെയുള്ള സിമിലർ ഫോക്ക് ലിറ്ററേച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാം ഛത പബ്ലിഷ് ചെയ്ത ഫാസ്റ്റ് സെല്ലിംഗ് ആയ ഇസ്ത്രി ധരം വിചാർ എന്ന് പറയുന്ന ഒരു ബുക്ക് എങ്ങനെ ഒരു ഒബീഡിയൻറ്റ് വൈസ് ആവണമെന്ന് വുമൻസിന് ടീച്ച് ചെയ്യുന്ന ബുക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഖൽസ ട്രാക്ട് സൊസൈറ്റിയുടെ ചീഫ് ബുക്ക്ലെറ്റ്സ് എല്ലാം ഇതുപോലത്തെ സിമിലർ മെസ്സേജസ് കൊടുക്കുന്ന ബുക്കായിരുന്നു. ഇൻ ബംഗാൾ ആൻഡ് എൻറ്റയർ ഏരിയ ഇൻ സെൻട്രൽ കൽക്കത്ത ആൻഡ് ബത്താല വാസ് ഡിവോട്ടഡ് ടു ദ പ്രിൻറ്റിംഗ് ഓഫ് പോപ്പുലർ ബുക്സ്. ഹിയർ യു കുഡ് ബൈ ചീപ്പ് എഡിഷൻസ് ഓഫ് റിലീജിയസ് ട്രാക്ട്സ് ആൻഡ് സ്ക്രിപ്ചേഴ്സ് as well as literature that was considered obscene and scandalous. By the late 19th century, a lot of these books were being profusely illustrated with woodcuts and colored lithographs. Peddlers took the Bathala publication to homes, enabling women to read them in their leisure time. ഇപ്പോൾ ബംഗാൾ, എക്സ്പെഷ്യലി കൽക്കത്തയുടെ ഒരു സെൻട്രൽ ഏരിയയിൽ ബഥാല എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ഈ പോപ്പുലർ ബുക്സിൻ്റെയൊക്കെ പ്രിൻറ്റിങ് ഉണ്ടായിരുന്നു. റിലീജിയസ് ട്രാക്സിൻ്റെ സ്ക്രിപ്റ്റേഴ്സിൻ്റെയൊക്കെ ചീപ്പ് എഡിഷൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. വുഡ് കളർ ലിത്തോഗ്രാഫ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പെഡ്ലേഴ്സ് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി, ബുക്ക് സെല് ചെയ്യാൻ വേണ്ടി നടന്ന് ഹ്യൂമൻസിലേക്കൊക്കെ എത്തിക്കുന്നുണ്ടായിരുന്നു. Print and the poor people. Very cheap small books were brought to market in 19th century Madras towns and sold at cross roads, allowing poor people travelling to the market to buy them. Public libraries were set up from the early 20th century, expanding the access to books. These libraries were located mostly in cities and towns and at times in prosperous villages. For rich local patrons, setting up a library was a way of acquiring prestige. From the late 19th century, issues of caste discrimination began to be written about in many printed tracts and essay. Jyotiba Phule, the Maratha pioneer of low caste protest movements, wrote about injustice of caste systems in Gulamgiri. In 20th century, B.R. Ambedkar in Maharashtra and E.V. Ramaswamy Naikar in Madras, better known as Periyar, were wrote powerful on caste, and their writings were read by people all over India. Local protest movements and sects also created a lot of popular journals and tracts criticizing ancient scriptures and envisioning a new and just future. അപ്പോൾ എന്താണ് ഈ കാസ്റ്റ് അല്ലെങ്കിൽ വെരി ചീപ്പ് ബുക്സ് ഒക്കെ ഈ മദ്രാസിലെ മാർക്കറ്റ്സിലും ടൗൺസിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പബ്ലിക് ലൈബ്രറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രധാനമായിട്ട് ഈ സിറ്റീസിലും ടൗൺസിലുമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പുറമെ പ്രോസ്പെറസ് ആയ വില്ലേജസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പബ്ലിക് ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പല ആൾക്കാരും ഒരു പ്രസ്റ്റീജ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. 19ാം നൂറ്റാണ്ടോടുകൂടി കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയൊക്കെ പറ്റി എഴുതുന്നതൊക്കെ കാര്യങ്ങളൊക്കെ എസ്സേസ് ഒക്കെ വരാൻ തുടങ്ങി. ജ്യോതിബ ഫുലെ മറാത്തയിലെ ഒരു ലോ കാസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റ്സിൻ്റെ പയണിയറായിരുന്നു. അവരെന്ത് ചെയ്യാണ് കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഗുലാംഗിരി എന്ന് പറയുന്ന വാക്കിൽ എഴുതുന്നുണ്ട്. 20th സെഞ്ചുറി ആയപ്പോൾ B.R. അംബേദ്കർ, മഹാരാഷ്ട്രയിൽ B.R. അംബേദ്കറും മദ്രാസിൽ E.V. രാമസ്വാമി നായിക്കർ, അതായത് പെരിയാറും ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ ബുക്ക് എഴുതുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഒരു ഇൻജസ്റ്റിസിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റ്സൊക്കെ നടക്കുകയാണ്. വർക്കേഴ്സ് in factories were too overworked and lacked the education to write much about their experience. But Kashi Baba, a Kanpur mill worker, wrote and published
छोटे और बड़े का सवाल in 1938 to show the links between caste and class exploitation. The poems of another Kanpur mill worker who wrote under the name Sudarshan Chakar between 1935 and 1955 were brought together and published in a collection of Sachi Kavitayam. By the 1930s, Bangalore cotton mill workers set up libraries to educate themselves, following the example of Bombay workers. These were sponsored by social reformers who tried to restrict excessive drinking among them, to bring literacy and sometimes to propagate the message of nationalism. അപ്പോൾ എന്താണ് വർക്കേഴ്സൊക്കെ എന്ന് പറയുന്നത് ഓവർ വർക്കായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല ഈ അവരുടെ എക്സ്പീരിയൻസ് എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ കാൺപൂരിലെ ഒരു മിൽ വർക്കർ ഖാസി ബാബ എന്ന് പറയുന്ന വർക്കർ ഒരു ബുക്ക് എഴുതുന്നുണ്ട് 1938 ചോട്ടെ ഓർ ബഡേ കാ സവാൽ എന്ന് പറയുന്ന കാസ്റ്റ് ആൻഡ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷനെ പറ്റി പറയുന്ന ബുക്കാണ്. കാൺപൂരിലെ മറ്റൊരു മിൽ വർക്കറായ സുദർശൻ ചക്ർ 1935 1955 ഇടയ്ക്ക് കുറേ പോയിംസൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് സച്ചി കവിതായം എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനായിട്ട് അത് ഇറക്കുന്നുണ്ട്. 1930 ബാംഗ്ലൂരിലെ കോട്ടൺ മിൽ വർക്കേഴ്സൊക്കെ എന്താണ് അവരെ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബോംബെ വർക്കേഴ്സിനെ കണ്ട് പഠിച്ചാണ് അവർ ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ വർക്കറായിരുന്നു, ഒരു സോഷ്യൽ റിഫോമേഴ്സ് ആയിരുന്നു. അവരുടെ ഒരു എക്സസീവ് ഡ്രിങ്കിങ് ഹാബിറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിറ്ററസി റേറ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനങ്ങളായിരുന്നു അതൊക്കെ. പ്രിൻ്റ് ആൻഡ് സെൻസർഷിപ്പ്. Before 1798, the colonial state under the East India Company was not too concerned with censorship. Strangely, in early measures to control printed matter were directed against Englishmen in India who were critical of company misrule and hated the actions of particular company officers. The company was worried that such criticism might be used by its critics in England to attack its trade monopoly in India. അപ്പോൾ 1798 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഇങ്ങനെ സെൻസർഷിപ്പിനെ കുറിച്ചൊന്നും കൺസേൺഡ് ആയിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ ഇംഗ്ലീഷ്മെൻ്റെയൊക്കെ ശരിയല്ലാത്ത നടപടികൾ ക്രിട്ടിസൈസ് ചെയ്യാനും ഈ റൈറ്റിങ്സിലൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി അവരെ എന്ത് ചെയ്യാണ് censorship ഏർപ്പെടുത്തുകയാണ്. By the 1820, the Calcutta Supreme Court passed certain regulations to control press freedom, and the company began encouraging publication of newspaper that would celebrate British rule. In 1835, faced with urgent petitions by editors of English and vernacular newspapers, Governor General Bentinck agreed to revise press laws. Thomas Macaulay, a liberal colonial official, formulated new rules that restored the earlier freedoms. 1820 ആയപ്പോൾ കൊൽക്കത്ത സുപ്രീം കോടതി എന്ത് ചെയ്യാണ് കുറേ റെഗുലേഷൻസ് ഒക്കെ ഏർപ്പെടുത്തുകയാണ് പ്രസ് ഫ്രീഡത്തിന് മേലിൽ. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരുപാട് പ്രസ്സിനെ ന്യൂസ് പേപ്പറിനെ സപ്പോർട്ട് ചെയ്യാണ്, അതായത് അവരുടെ റൂളിനെ പുകഴ്ത്തി പറയുന്ന ന്യൂസ് പേപ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. 1835 ആയപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് വെർണാക്കുലർ ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സൊക്കെ ഗവർണർ ജനറൽ ബെൻറ്റിക്കിന് അപേക്ഷ കൊടുക്കുകയും ഒരു പ്രസ് ലോസ് റിവൈസ് ചെയ്യുകയും ചെയ്യുകയാണ്. തോമസ് മക്കാളെ ഒരു ലിബറൽ കൊളോണിയൽ ഒഫീഷ്യലായിരുന്നു. അദ്ദേഹം പുതിയ റൂൾസൊക്കെ കൊണ്ടുവരികയാണ്. ഏറിയർ ഫ്രീഡം റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ റൂൾസൊക്കെ കൊണ്ടുവരികയാണ്. ആഫ്റ്റർ ദ റിവോൾട്ട് ഓഫ് 1857, the attitude to the freedom of the press changed. Enraged Englishmen demanded a clamp down of the native press. As a vernacular newspaper became assertively nationalist, the colonial government began debating measures of stringent control. In 1878, the Vernacular Press Act was passed, modelled on the Irish press laws. It provided the government with extensive right to censor reports and editorials in the vernacular press. From now on, government kept regular track on the vernacular newspapers published in different provinces. When a report was judged seditious, the newspapers was warned, and if the warning was ignored, the press was liable to be seized and the printing machinery confiscated. അപ്പോൾ എന്താണ് 1857 റിവോൾട്ടിന് ശേഷം ഈ പ്രസ് ഫ്രീഡത്തിന് ആറ്റിറ്റ്യൂഡൊക്കെ ചേഞ്ച് ചെയ്യണം ഇംഗ്ലീഷ്മെൻ്റെ. അവർ നെറ്റീവ് പ്രസ്സിന് മേലിൽ ഒരു വലിയൊരു കൺട്രോൾ കൊണ്ടുവരികയാണ്. വെർണാക്കുലർ ന്യൂസ് പേപ്പേഴ്സിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ സെൻസർ ചെയ്യുകയാണ്. 1878 വെർണാക്കുലർ പ്രസ് ആക്ട് പാസ് ചെയ്യുന്നത് വഴി ഐറിഷ് പ്രസ് ലോസിനെ ഒരു മോഡൽ എടുത്താണ് ഈ വെർണാക്കുലർ പ്രസ് ആക്ട് പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരു എക്സ്റ്റെൻസീവ് റൈറ്റ് കൊടുക്കുകയാണ്. ഈ റിപ്പോർട്ട്സ് സെൻസർ ചെയ്യാനും എഡിറ്റോറിയൽസൊക്കെ സെൻസർ ചെയ്യാനുള്ള ഒരു എക്സ്റ്റെൻസീവ് റൈറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ പറയുകയാണെങ്കിൽ ആദ്യം ഒരു വാർണിംഗ് കൊടുക്കുക, അത് വീണ്ടും ചെയ്താൽ എന്ത് ചെയ്യുകയാണ് ആ പ്രസ് സീസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. Despite repressive measures, nationalist newspapers grew in numbers in all parts of India. They reported on colonial misrule and encouraged nationalist activities. Attempts to throttle nationalist criticism provoked militant protest. This in turn led to the renewed cycle of persecution and protest
When Punjab revolutionists were deported in 1907, Bal Gangadhar Tilak wrote the great sympathy about them in the Kesari. This led to the imprisonment in 1909, provoking in turn widespread protest all over India. എന്താണ് ഈ നാഷണലിസ്റ്റ് ന്യൂസ് പേപ്പേഴ്സിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള മെഷേഴ്സൊക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവരുന്നുണ്ടെങ്കിലും നാഷണലിസ്റ്റ് ന്യൂസ് പേപ്പേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കൊളോണിയൽ മിസ്റൂളും അവരുടെ ഒരു നാഷണലിസ്റ്റ് ആക്ടിവിറ്റി എൻകറേജ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ 1907 ഈ ബാലഗംഗാധർ തിലക് തൻ്റെ ന്യൂസ് പേപ്പറായ കേസരിയിലൂടെ പഞ്ചാബ് റവല്യൂഷണറീസിനെ നാട് കടത്തിയതിനെക്കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്തൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് 1908 ജയിലിൽ അടയ്ക്കുന്നുണ്ട്. അത് ഒരുപാട് പ്രൊട്ടസ്റ്റിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.